സോ കച്ച് വർക്കിൻ്റെ ഫസ്റ്റ് ബോക്സ് എങ്ങനെയാണ് ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കച്ച് വർക്കിൻ്റെ ചെറിയൊരു ബോക്സ്, ഒരു കുഞ്ഞി ബോക്സാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ചെറിയ ബോക്സിൻ്റെ കുറച്ച് വിട്ടിട്ട് വേണം സൂചി കുത്താൻ. അതായത് ആ പെട്ടിയുടെ കുറച്ച് ഇപ്പുറത്തേക്ക് നീക്കി സൂചി കുത്താം. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന പോലെ. എന്നാലേ നമുക്ക് ഇനിയുള്ള ത്രെഡ്സ് അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം വലിച്ചെടുക്കാൻ. അതിനാണ് ഇങ്ങനെ കുറച്ച് നീക്കി സൂചി കുത്തുന്നത്. ഓക്കെ, അങ്ങനെ ആ ബോക്സ് ഫില്ല് ചെയ്യാം. അതിൻ്റെ ബോർഡർ ഇട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്കതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ബാക്കിയിടാൻ. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റത്തെ വര ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം കുത്തിയ നൂലിൻ്റെ, ആദ്യം നമ്മൾ വലിച്ചെടുത്തിട്ടുള്ള നൂല് സ്ക്രീനിൽ കാണുന്ന പോലെ ഈ നൂലിൻ്റെ അടിയിൽ കൂടെ വേണം നമ്മൾ സൂചി ഇടാൻ. ഓക്കെ, ആദ്യത്തെ നൂലിൻ്റെ അടിയിൽ കൂടെ നമ്മൾ സൂചി കൊണ്ടുപോകണം. എന്നിട്ട് അതവിടെ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതവിടെ കുത്തി ഇറക്കിയിട്ട്, അപ്പോൾ താഴ്ന്നില്ലേ അത്, എന്നിട്ട് ഇതിൻ്റെ നടുവിൽ കൂടെ സൂചി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ എടുത്തു. അതിനുശേഷം ഈ സൂചീനെ നമ്മളെന്ത് ചെയ്യും, ആ നൂലിൻ്റെ ലാസ്റ്റത്തെ നൂലിൻ്റെ അടിയിൽ കൂടെ, അതായത് ഇപ്പോൾ കാണുന്നത് പോലെ അടിയിൽ കൂടെ നമ്മൾ എടുത്തില്ലേ, എന്നിട്ട് ഇതിൻ്റെ ആ കാണുന്നതിൻ്റെ അടിയിൽ കൂടെ നമ്മളതിനെ കോർക്കുന്നു. അപ്പം നമ്മളതിൻ്റെ ഇടയിൽ കൂടെ സൂചി എടുക്കണം. കട്ടിയുള്ള തുണിയാകുമ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ആ നൂല്, അപ്പോൾ രണ്ടെണ്ണം നമുക്ക് അവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ആദ്യത്തെയും രണ്ടാമത്തതും. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ കൂടി, അതായത് അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കോർത്തെടുത്ത് താഴേക്ക് കൊണ്ടുവരാണ്. അപ്പോഴാണ് ആ ഒരു നോട്ട് അവിടെ ഫില്ലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇനി നമ്മൾ ഈ നൂലിനെ വലിച്ചെടുക്കാൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിനി ആ സൂചീനെ ഇടണം. ഓക്കെ, അതായത് ഇപ്പം കാണുന്ന അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ സൂചീനെ വലിച്ചെടുക്കണം. ഓക്കെ, അതിനുശേഷം ആദ്യത്തെ ബോർഡർ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുക്കാൻ പോവുകയാണ് ഇനി. അതായത് അപ്പോൾ ഇങ്ങനെ നമ്മളതൊരു ഇതായിട്ട് അടുത്ത നോട്ടായിട്ട് ഇടാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഇട്ട ബോർഡറിൻ്റെ ഉള്ളിൽ കൂടി ആ ബോർഡറിനെ സൂചി അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുകയാണ് നമ്മൾ. എന്നാലേ അതവിടെ ലോക്കായിട്ട് നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇനി നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ഇപ്പുറത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓട്ടയിൽ കൂടെ നമ്മൾ സൂചി കടത്തും. കണ്ടില്ലേ, അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുത്തു. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ബോർഡർ ഇട്ടതിൻ്റെ ഉള്ളിൽ കൂടി സൂചി എടുക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോൾ വലിച്ചെടുത്ത ഒരെണ്ണം ഉണ്ട്, അത് വിട്ട് ഒരെണ്ണം വിട്ടിട്ട്, അതായത് ഒരെണ്ണം ഫ്രീ ആയി വിടുക. അതിൻ്റെ അപ്പുറത്ത് ഇത് വിടുക. അതിൻ്റെ അപ്പുറത്തുള്ള നൂലില്ലേ, ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. അപ്പോഴേ നമുക്ക് അവിടെ ആ കെട്ട് കൃത്യമായിട്ട് നിൽക്കും. അപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ സൂചി വലിച്ചെടുക്കാൻ പോവാനി. ഓക്കെ, അത് വിട്ടു. അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ സൂചി എടുക്കാൻ പോവുക. ഓക്കെ,
എന്നിട്ട് നമ്മളത് ഫിനിഷ് ചെയ്തു. ഇനി അത് താഴേക്ക് കുത്തി ഇറക്കും. അതോടെ ആ ഒരു ബോക്സ് ഫില്ല് ചെയ്യും. ഇങ്ങനെയാണ് ഇതിപ്പോൾ ചെറിയൊരു ബോക്സ്, ഇങ്ങനെ ഉള്ള വലിയ ബോക്സ് ഫില്ല് ചെയ്താണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ ഇനി കെട്ടിട്ടിട്ട് നമ്മളത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു ബോക്സിൻ്റെയാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് 4 എണ്ണം, ഇതുപോലത്തെ 4 എണ്ണം യോജിക്കുന്ന ഒരു ബോക്സിൻ്റെ കാണിച്ചു തരാം ഇനി അടുത്തതായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഇവിടെ ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ, ഇത് 4 എണ്ണം ഉള്ള 4 എണ്ണം കൂടി ഒന്നിച്ച് വരുന്നതിൻ്റെ. അതും ചെയ്യാൻ എളുപ്പമാണ്. ഇതേ പ്രൊസീജിയറാണ്. നൂലെടുക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ 4 എണ്ണം കൂടി ഒന്നിച്ച് വരച്ച് ചെയ്താണ് കാണുന്നത്.